ഒരിക്കൽ അവസരമില്ലാത്തവരെ നിങ്ങൾ ചിന്തിക്കും പുരോഹിതന്മാരെ. ഈ നബിയുടെ ഏതെങ്കിലും ഒരു മകനെ നബി ജീവിപ്പിച്ചോ മരിച്ചെടുത്തുനിന്ന്? ശത്രുക്കളായ ശത്രുക്കൾ മുഴുവനും വാളട്ടവെന്ന് വിമർശിക്കുമ്പോൾ പോലും അള്ളാഹുവിന് വേണമെങ്കിൽ ആ ആക്ഷേപമില്ലാതിരിക്കാൻ മരിച്ചൊരു കുട്ടിനെ നബീനെ കൊണ്ട് ജീവിപ്പിച്ചുകൂടായിരുന്നു. എന്നിട്ട് പകരാക്സനി എന്ന് ചെലുത്താൻ പറയുന്നത് അറിയോ? ഒരുപാട് തവണ എണീപ്പിച്ചിട്ടുണ്ട് ഇത് മരിച്ചോളെ. എനിക്ക് ലോകത്ത് ആരെങ്കിലും കൈകൊണ്ട് അടിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ മൊയ്ലിയാരെ മാത്രം പകരാക്സന. അത്രമേൽ ശിർക്ക് പ്രചരിപ്പിക്കുന്ന. അപ്പൊ നിങ്ങളൊക്കെ, ഞാൻ നേരത്തെ കഞ്ചാവിനെ പറ്റി പറഞ്ഞു, നേരത്തെ മയക്കുമരുന്നിനെ പറ്റി പറഞ്ഞു. ഞങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ഉത്തരം പറയണം. എന്നെ മാത്രം പൊട്ടിക്കൂട്ടി നിർത്തരുത്, ഉറക്കെ പറയണം. കഞ്ചാവ് ഹറാമാണോ ഇസ്ലാമിന്? ആണോ? ഉറക്കെ പറയും. ആണ്. ശരി. ശിർക്ക് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? വ്യഭിചാരം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ടോ? ഹറാമാണല്ലേ? വേശ്യാലയത്തിലേക്ക് ഒരാൾ നടന്നു പോകുന്നു. അപ്പൊ നിങ്ങളെ ചോദിച്ചിരിക്കും കേട്ടാ, എല്ലാം വേശ്യാലയത്ത് പോവാ. അയാൾ അന്തസ്സായിട്ട് പറഞ്ഞു വേശ്യാലയത്ത് പോവാ. ഒരു ചെറുപ്പക്കാരൻ വേശ്യാലയത്തിലേക്ക് പോവാ. കുറെ കൂടെ അപ്പുറം പോയപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു ചെറുപ്പക്കാരൻ കള്ളുഷാപ്പിലേക്ക് പോവാ. അപ്പൊ നമ്മളെ ഈ അങ്ങോട്ടാ, ഞാൻ കള്ളുടിക്കാനേ. ഇത് പാപമാണോ? ഈ രണ്ടാളും പാവാണോ ചെയ്യുന്നത്? തെറ്റാണോ? ഹറാമാണോ? ആണെന്നൊന്ന് ഉറക്കെ പറയും. ആണ്. ഇനി അതിന്റെ കുറച്ചപ്പുറത്ത് ഒരു ശൈഖിന്റെ ദർഗയിലേക്ക് ഒരു മൊയ്ലിയാർ പോകുന്നു. ഒരു ശൈഖിന്റെ ദർഗയിലേക്ക് ഒരു മൊയ്ലിയാർ എന്തിനാ പോണത്? ശിർക്ക് ചെയ്യാനാ പോണത്. ആ ഔലിയനെ വിളിച്ച് ദുആ ചെയ്യാനാ പോണത്. അപ്പോ മൊയ്ലിയാർ ദർഗയിലേക്കാണ് പോകുന്നത്. ആദ്യം പോയ രണ്ടാളോ, ഒരാൾ വ്യഭിചാരത്തിനും ഒരാള് മദ്യപിക്കാനും. ഈ മൂന്നാളിൽ ഏറ്റവും വലിയ പാപി ആരാണ്? ഒന്ന് ഉറക്കെ പറഞ്ഞോളൂ. ഏറ്റവും വലിയ പാപി ആരാണ്? 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 സമ്മതിച്ചോ? സമ്മതിച്ചു. ഇനി ഞാൻ പറയുന്ന ഒരു ഖുർആന്റെ വചനം കേൾക്ക്. ഞാൻ പറയുന്ന ഖുർആന്റെ വചനം കേൾക്ക്. ഇന്നല്ലാഹ, എന്താ അർത്ഥം? തീർച്ചയായും അല്ലാഹു. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു. ലാ യഗ്ഫിറു, ലാ യഗ്ഫിറു, അവൻ പൊറുക്കുകയില്ല. അൻ യുശ്റക ബിഹി, എന്ത് പൊറുക്കൂല? ശിർക്ക് പൊറുക്കൂല. വയഗ്ഫിറു, അവൻ പൊറുക്കും. ആദ്യം എന്താ പറഞ്ഞത്? പൊറുക്കൂല. എന്ത് പൊറുക്കൂലാന്ന്? ശിർക്ക് പൊറുക്കൂല. പിന്നെ പറയുന്നതോ വയഗ്ഫിറു, അവൻ പൊറുക്കും. മാ ദൂന ദാലിക ലിമൻ യശാ, അവൻ ഉദ്ദേശിച്ചവർക്ക് അതിന്റെ താഴെയുള്ള പാപങ്ങൾ, ശിർക്കിന്റെ താഴെയുള്ള പാപങ്ങൾ. അപ്പൊ ഏറ്റവും മേലെയുള്ള പാപം ഏതാ? 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 ശിർക്ക്. സമ്മതിച്ചോ? സമ്മതിച്ചു. ശരി, അടുത്ത പോയിന്റ് കേട്ടോ. അടുത്ത പോയിന്റ് കേട്ടോ. ഏറ്റവും മേലെയുള്ള, ഒരിക്കലും അള്ളാഹ് പൊറുക്കൂല എന്ന് പറഞ്ഞ ശിർക്ക്. സമ്മതിച്ചു? എല്ലാരും മനസ്സുകൊണ്ട് സമ്മതിച്ചു അല്ലേ? ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചോ, നല്ലോണം ശ്രദ്ധിച്ചോ. മാ ദൂന ദാലിക ലിമൻ യശാ, അതിന്റെ താഴെയുള്ള പാപം. ശിർക്കിന്റെ താഴെയുള്ള പാപത്തിലെ പ്രധാന പാപങ്ങളിൽ ഒന്ന് പറ. സിന. എന്താണ്? വ്യഭിചാരം. സമ്മതിച്ചോ? കള്ളുകുടി. സമ്മതിച്ചോ? പലിശ. സമ്മതിച്ചോ? ഹറാമ് തിന്നൽ. സമ്മതിച്ചോ? അന്യായമായ കൊലപാതകം. ഒരാള് 100 ആളെ കൊന്നു. ഒരാള് 100 ആളെ കൊന്നു. അയാൾ ഒരു ഭാഗത്ത്. ഒരാൾ 30 കൊല്ലായി കഞ്ചാവ് അടിക്കുന്നു, അയാൾ പുറത്ത്. ഒരാൾ 25 കൊല്ലായി വ്യഭിചരിക്കുന്ന, അയാൾ പുറത്ത്. ഒരു മൊയ്ലിയാർ 25 കൊല്ലായി CM മടവൂരിനെ വിളിക്കുന്നു, അയാൾ അപ്പുറത്ത്. ഇതിൽ ഏറ്റവും വലിയ പരാക്രമി ആരാ? ഇസ്ലാമിന്റെ ഭാഷയിൽ ആരാ? മൊയ്ലിയാർ അല്ലേ? അപ്പൊ അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പ് കേരളത്തിൽ ആരോടായിരിക്കും? കള്ളുടിയനോടാണോ, പെണ്ണിടിയനോടാണോ, കഞ്ചാവ് അടിക്കുന്നവരോടാണോ, അതോ മൊയ്ലിയാരോടാണോ, കാന്തപുരത്തിനോടാണോ അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പ്? അല്ല ഇതുപോലുള്ള മൊയ്ലിയന്മാരോടാണോ, നൗഷാദ് അഹ്സനോടാണോ, പകര അഹ്സനോടാണോ, സന്ദീപിനോടാണോ? കൊല്ലുകയും കഞ്ചാവ് അടിക്കുകയും ചെയ്ത സന്ദീപിനോടാണോ, CM മടവൂരിനെ ആരാധിക്കണം എന്ന് പറയുന്ന മൊയ്ലിയാരോടാണോ? വല്ലാത്തൊരു അവതരണമാണ് ചങ്ങായി. അന്റെ കാര്യം നിങ്ങൾക്ക് എന്നെ പറ്റി തോന്നുന്നുണ്ടോ? എന്നാ മനസ്സിലായിക്കോളെ. അള്ളാഹ് പറഞ്ഞതാ ഒരിക്കലും പൊറുക്കാത്ത ശിർക്ക്. അല്ലല്ലാത്ത ഒരാളെ വിളിച്ച് ദുആ ചെയ്താൽ അവനോളം വലിയ പാപി ലോകത്ത് വേറല്ല. അതുകൊണ്ട് ഈ പോയിന്റ് സെപ്പറേറ്റ് പോയിന്റ് ആയിട്ട് സോഷ്യൽ മീഡിയ പോട്ടെ, ഒരു വിഷമങ്ങൾ ഒരാളും വിചാരിക്കില്ല. ജനങ്ങൾ കേൾക്കട്ടെ, പഠിക്കട്ടെ. ഒന്നും കൂടി ക്ലിയർ ചെയ്യുന്നു. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത ഒരാള് അയാൾ സ്വർഗത്ത് പോകുന്നു. അപ്പൊ സ്വഹാബത്ത് ചോദിക്കാണ്, കട്ടാലോ, മോഷ്ടിച്ചാലും അയാൾ സ്വർഗത്ത് പോകും തൗഹീദ് ഉണ്ടെങ്കിൽ. തീർന്നില്ല. വീണ്ടും ചോദിച്ചു, സിന ചെയ്താലോ? സിന ചെയ്താലും ശിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോകും.
ചിന്തിക്കണേ. അപ്പൊ ഇസ്ലാം ഏറ്റവും ഗൗരവമായി കാണുന്ന തിന്മ ഏതാ? ശിർക്ക്. ഒരാൾക്ക് തൗഹീദ് ഉണ്ടാകുന്നു, അയാൾ ചിലപ്പോൾ വ്യഭിചരിച്ച് ഹറാമാണ്, ചെയ്യരുത്, ഒരിക്കലും ചെയ്യാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. കാരണം വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. ഒരു സംശയമില്ല നമുക്ക്. പക്ഷേ വ്യഭിചരിച്ച ഒരാളും പരലോകത്ത് വരിക, ശിർക്ക് ചെയ്ത ഒരു മൊയ്ലിയാരും പരലോകത്ത് വരിക. മൊയ്ലിയാർക്ക് കിട്ടുന്ന ശിക്ഷ വ്യഭിചരിച്ച ഖാദറിന് ഉണ്ടാവില്ല. ഇത് മനസ്സിലായോ? ദാറ്റ്സ് ഓൾ. ആ പോയിന്റ് അവിടെ അവസാനിച്ചു.